പരിശുദ്ധമായ ഖുർആൻ നമ്മളെല്ലാവരും ഓതുന്നവരാണ്. നമ്മുടെ വീട്ടിൽ ഖുർആൻ ഉണ്ട്. വീട്ടിൽ ഖുർആൻ ഉള്ളവരാണോ നമ്മൾ എങ്കിൽ 12 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഖുർആൻ കൊണ്ട് നമ്മൾ രക്ഷപ്പെടും. ഈ 12 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിലോ നമ്മൾ ഖുർആൻ കൊണ്ട് പരാജയപ്പെടും. ആ പരാജയം ദുന്യാവിലും ഉണ്ടാകും, നമ്മുടെ കച്ചവടത്തിലും ഉണ്ടാകും, നമ്മുടെ മക്കളിലും ഉണ്ടാകും, അതിലുപരിയായി നാളെ ആഖിറത്തിലും ഉണ്ടാകും. അപ്പോൾ ഖുർആൻ കൊണ്ട് വിജയിക്കണം. 12 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. അതേതൊക്കെയാണെന്ന് വിശദമായി പറയുന്നതോടൊപ്പം തന്നെ പല ഉമ്മമാരും ചോദിച്ചു, ഉസ്താദേ ഞങ്ങൾക്ക് പഴയ ഖുർആൻ വീട്ടിലുണ്ട്, ഇതെന്ത് ചെയ്യും? പഴയ കീറിയ ഖുർആൻ ഉണ്ട്, അല്ലെങ്കിൽ നനഞ്ഞു കുതിർന്ന ഖുർആൻ ഉണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യും? പഴയ ഖുർആൻ എന്ത് ചെയ്യണം? കത്തിച്ച് കളയാമോ, ഒഴുക്കിക്കളയാമോ, അല്ലെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോയി വെക്കണോ, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവരെ നിങ്ങൾക്കുള്ള ഉത്തരവും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഖുർആനിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതും കൂടി കേൾക്കണേ. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ വീട്ടിലുണ്ടോ? അൽഹംദുലില്ലാ, നമ്മൾ രക്ഷപ്പെട്ടു. ഖുർആൻ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഉസ്താദേ, ഷെൽഫിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ വീട്ടിൽ എപ്പോഴും പ്രശ്നമാണല്ലോ. അതാണ് പ്രശ്നം. അതായത് ഷെൽഫിൽ കാഴ്ച വസ്തുവായി വെക്കേണ്ട ഒരു ഗ്രന്ഥമല്ല ഖുർആൻ. അതെടുത്ത് ഓതേണ്ട ഗ്രന്ഥമാണ്. പലപ്പോഴും കീറിപ്പറഞ്ഞ ഖുർആൻ ഉണ്ടാകും. അതൊക്കെ നമ്മുടെ തട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ചെതല് പിടിച്ച് കിടപ്പുണ്ടാകും. ആ ഒരൊറ്റ കാരണം മതി നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ദുഃഖങ്ങളും ഉണ്ടാവാൻ. അള്ളാഹു കാക്കുമാറാവട്ടെ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും ഉസ്താദ്? ഈ പഴയ ഖുർആൻ ഞങ്ങളുടെ മക്കളൊക്കെ ഓതി അവരിങ്ങനെ പേജ് മറിച്ച് ഒരുപാട് കീറിയ ഖുർആനുണ്ട്, പുറംചട്ട കീറിയ ഖുർആനുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യും ഉസ്താദ്? ഇപ്പോൾ ഗൾഫ് ഖുർആൻ ഇങ്ങനെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പഴയ ഈ കേരളത്തിലെ ലിപിയിലെ മുഹമ്മദ് കുട്ടി ആൻഡ് സൺസ് എന്നൊക്കെ പറഞ്ഞ് തിരൂരങ്ങാടി ബുക്ക് സ്റ്റാളിൽ നിന്നൊക്കെ ഞങ്ങൾ വാങ്ങിയ പഴയ ഖുർആനുണ്ട്. അതൊക്കെ ഇപ്പോഴും വീട്ടിൽ കീറിപ്പറഞ്ഞിരിപ്പുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ പ്രയാസപ്പെടുന്നു. അതായത് പഴയ ഖുർആൻ എന്ത് ചെയ്യണം എന്ന് ഒരു ബുദ്ധിമുട്ടിലുള്ള ആളുകൾ അവർ ചെയ്യേണ്ട കാര്യം, ഒന്ന്, ചില പള്ളികളിൽ ഇത് ഈ ഖുർആൻ സ്വീകരിക്കുന്ന പരിപാടിയുണ്ട്. ചില പള്ളികൾ പഴയ ഖുർആനൊക്കെ സ്വീകരിക്കുന്ന ചില സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കുക. ഇല്ലെങ്കിൽ വൃത്തിയുള്ള ശുദ്ധിയുള്ള ഒരു സ്ഥലം, അവിടെ ഈ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ വെക്കുക. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ അത് കരിക്കുക. തീ കൊടുത്ത് നമ്മൾ നല്ലതുപോലെ കരിച്ചിട്ട് അതിൻ്റെ ആയത്തുകൾ ഉൾപ്പെടെ കരിയണം. ഏതെങ്കിലും ഒരു ആയത്ത് കരിയാതെ പോകാൻ പാടില്ല. എല്ലാം നമ്മൾ കരിച്ചിട്ട് കത്തിയ ഭാഗം മുഴുവനും എന്ത് ചെയ്യുക? അതെടുത്ത് നമ്മൾ സുരക്ഷിതമായി എടുത്തു മാറ്റി അത് കായലിലോ അല്ലെങ്കിൽ പുഴയിലോ കടലിലോ ഒഴുക്കിക്കളയലാണ് വേണ്ടത്. പഴയ ഖുർആൻ ഉസ്താദ് എന്ത് ചെയ്യണം? അത് കരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ആദ്യം തന്നെ പറഞ്ഞത്. ഇനി ഖുർആൻ വീട്ടിലുണ്ടോ? നമുക്ക് വിജയിക്കാം. എങ്ങനെ? ഖുർആനിനോട് 12 കാര്യങ്ങൾ ചെയ്യണം. ഏതൊക്കെയാ? ഒന്നാമത്തേത്, ഖുർആൻ എടുക്കുക, ഖുർആൻ വെക്കുക. ഇതൊക്കെ ചെയ്യേണ്ടത് വലത് കൈകൊണ്ടാണ്. നമ്മൾ സാധാരണ ഇടത് കൈ കൊണ്ട് എടുക്കാറുണ്ട്. ഖുർആൻ ഇടത് കൈ കൊണ്ട് എടുക്കുന്നു, പാടില്ല. ഇടത് കൈ കൊണ്ട് വെക്കുന്നു, അത് പാടില്ല. ഹറാമാണെന്നല്ല പറഞ്ഞത്. ഖുർആനോട് കാണിക്കേണ്ട മര്യാദകളിൽ ഒന്നാണ് വലത് കൈ കൊണ്ട് മാത്രമേ ഖുർആൻ എടുക്കാവൂ, വലത് കൈ കൊണ്ട് മാത്രമേ ഖുർആൻ വെക്കാവൂ. രണ്ടാമത് ഖുർആനോട് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, ഖുർആൻ എടുക്കുമ്പോൾ വുളു വേണമെന്നാണ്, ശുദ്ധി വേണമെന്നാണ്. ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറയുന്നു, ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. അതായത് ശുദ്ധിയുള്ളവർ മാത്രമേ ഖുർആൻ തൊടാവൂ. ഉസ്താദേ, ഞങ്ങളിങ്ങനെ വീടിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഖുർആൻ ഒരു സ്ഥലത്ത് കണ്ടു, അതെടുത്തെടുത്ത് മറ്റൊരു സ്ഥലത്ത് വെച്ചു, അവിടെ അടിച്ചു, അത് കഴിഞ്ഞ് ഖുർആൻ എടുത്ത് ഇവിടെ വെച്ചു. നമ്മൾ വെറുതെ സാധാരണ ഒരു പുസ്തകം എടുത്ത് വെക്കുന്നത് പോലെയാണ് പല ആളുകളും ഖുർആനോട് പെരുമാറുന്നത്. അങ്ങനെ പാടില്ല കേട്ടോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഖുർആനിനോട് നമ്മൾ ഒരുപാട് മര്യാദ പാലിക്കേണ്ടതുണ്ട്. അതിൽ പെട്ടതാണ് ഖുർആൻ എടുക്കുമ്പോൾ നമുക്ക് ശുദ്ധി വേണം, ശരീരത്തിൽ നജസ് ഉണ്ടാവാൻ പാടില്ല, വുദൂ വേണം. ഖുർആനോട് കാണിക്കേണ്ട മര്യാദയാണത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനോട് കാണിക്കേണ്ട മര്യാദകൾ പല സ്ഥലത്തും പറയുന്നുണ്ട്. ഖുർആൻ തൊടണമെങ്കിൽ, ഖുർആൻ ചുമക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഖുർആനിനെ എടുത്ത് മാറ്റണമെങ്കിൽ ഒക്കെ നമുക്ക് ശുദ്ധി വേണം. പക്ഷെ പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെയല്ല. പഠിക്കുന്ന കുട്ടികൾക്ക് ഖുർആൻ അവർക്ക് വുളു ഇല്ലെങ്കിലും എടുക്കാവുന്നതാണ്, അത് ഓതാവുന്നതാണ്, അത് കുഴപ്പമില്ല. പിന്നെ മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഖുർആൻ എപ്പോഴും ഉയർന്ന സ്ഥലത്താണ് വെക്കേണ്ടത്, ഉയരമുള്ള സ്ഥലത്താണ് വെക്കേണ്ടത്. ഖുർആൻ എപ്പോഴും ഉയരമുള്ള സ്ഥലത്താണ് വെക്കേണ്ടത്. ഒരിക്കലും ഖുർആനിൻ്റെ മുന്നിലേക്ക് കാല് നീട്ടാൻ പാടില്ല.
അത് വലിയൊരു തെറ്റാണ്. ഖുർആനിന്റെ മുന്നിലേക്ക് നമ്മൾ കാല് നീട്ടിവെക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഖുർആൻ എടുത്തു കഴിഞ്ഞ് പല ആളുകളും ഖുർആൻ ഒരു രജിസ്റ്റർ ബുക്കാണെന്ന രൂപത്തിൽ ഇങ്ങനെ താഴ്ത്തി കൊണ്ടുപോകുന്ന ആളുകളുണ്ട് അല്ലേ. നമ്മുടെ ഖുർആൻ എടുത്തിട്ട് ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ച് താഴേക്ക് ഇങ്ങനെ വീശി കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഖുർആൻ എടുത്താൽ എപ്പോഴും നമ്മുടെ നെഞ്ചിലേക്ക് ചേർത്താണ് വെക്കേണ്ടത്. പരിശുദ്ധമായ ഖുർആൻ എടുത്താൽ അത് വലത് കൈ കൊണ്ട് നമ്മുടെ നെഞ്ചിലേക്ക് ചേർത്തിട്ടാണ് വിശുദ്ധമായ ഖുർആൻ വെക്കേണ്ടത്. അത് മറന്നു പോവരുതേ, അത് തെറ്റിപ്പോവരുതേ. ചില ആളുകൾ തിലാവത്തിന്റെ സുജൂദ്, അതായത് ഖുർആനിൽ ഓതുന്ന സമയത്ത് ചില സ്ഥലത്ത് സുജൂദ് ചെയ്യൽ സുന്നത്താണല്ലോ. അങ്ങനെ സുന്നത്തായ സ്ഥലങ്ങൾ വരുമ്പോൾ ഖുർആൻ എന്ത് ചെയ്യും, താഴെ തറയിൽ വെക്കും. താഴെ തറയിൽ വെച്ചിട്ട് അവർ അങ്ങനെ പാടില്ല, സുജൂയും അങ്ങനെ പാടില്ല. അതായത് ഖുർആൻ എവിടെയെങ്കിലും ഉയർന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അവർ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഖുർആൻ ഒരിക്കലും താഴ്ന്ന സ്ഥലത്ത് വെക്കരുത്, ഉയരമുള്ള സ്ഥലത്തായിരിക്കണം വെക്കേണ്ടത്. മറ്റൊരു കാര്യമാണ്, ഖുർആനിന് നേരെ കാല് നീട്ടരുതേ. അപ്പോൾ ഉസ്താദേ, ഞങ്ങൾക്ക് കിബിലക്ക് മുന്നിട്ട് കാല് നീട്ടാവോ എന്ന് ചോദിക്കുന്നവരുണ്ട്. കിബിലക്ക് മുന്നിട്ട് ഞങ്ങൾ കാല് നീട്ടി കിടക്കാവോ? അങ്ങനെ കിടക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കിബിലക്ക് മുന്നിട്ട് നമുക്ക് കാല് നീട്ടാം, അത് ജായിസാണ്, അനുവദനീയമാണ്, കുഴപ്പമില്ല. പക്ഷേ ഖുർആനിന്റെ മുന്നിലേക്ക് കാല് നീട്ടാൻ പാടില്ല, മാതാപിതാക്കളുടെ മുന്നിൽ കാല് നീട്ടാൻ പാടില്ല. അത് അദബുകേടാണ് എന്ന് മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. ഇനി ഖുർആനിനോട് കാണിക്കേണ്ട മര്യാദകളിൽപ്പെട്ട ഒന്നാണ്, വിശുദ്ധമായ ഖുർആനിന്റെ മുസ്ഹഫിന്റെ മുകളിൽ കൊണ്ടുപോയി മറ്റൊരു വസ്തു വെക്കാൻ പാടില്ല. ഖുർആനിന്റെ മുകളിൽ മറ്റൊരു ഖുർആനിനെ മാത്രമേ വെക്കാവൂ. ഖുർആനിന്റെ മുകളിൽ മൗലിദ് കിതാബ് വെക്കാൻ പാടില്ല, മദ്രസയിലെ കിതാബ് വെക്കാൻ പാടില്ല, ന്യൂസ് പേപ്പർ വെക്കാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. പലപ്പോഴും നമ്മൾ അശ്രദ്ധമായി പോകുന്നവരാൻ. അങ്ങനെ ഖുർആൻ വെക്കുമ്പോൾ തന്നെ ചില മര്യാദയുണ്ട്. അതായത് ഖുർആൻ വെക്കുമ്പോൾ എപ്പോഴും ഫാത്തിഹ സൂറത്ത് മുകളിൽ വരുന്ന രൂപത്തിലായിരിക്കണം വെക്കേണ്ടത്. ഫാത്തിഹ സൂറത്ത് മുകളിൽ വരുന്ന രൂപത്തിലായിരിക്കണം വെക്കേണ്ടത്. ആ പുറംചട്ട ഉണ്ടല്ലോ, പുറംചട്ടയിൽ തുറക്കുമ്പോൾ തന്നെ ഫാത്തിഹ കാണൂലേ, ആ ഭാഗം മുകളിലായിരിക്കണം, അങ്ങനെയാണ് വെക്കേണ്ടത്. പിന്നെയോ ഒരിക്കലും വിശുദ്ധമായ ഖുർആൻ അത് നമ്മൾ ഓതിക്കഴിഞ്ഞ് അടുത്ത പേജ് ആകുമ്പോൾ തുപ്പുനീര് തൊട്ടിട്ട് ഉമിനീര് തൊട്ടിട്ട് ഖുർആൻ മറിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യരുതേ, അത് വലിയ ഗുരുതരമായ തെറ്റാണ്. നമ്മുടെ തുപ്പുനീര് കൊണ്ടല്ല ഖുർആനിന്റെ പേജുകൾ മറിക്കേണ്ടത്. അത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആനിന്റെ ഇടയിൽ ചില ആളുകൾ പേന വെക്കാറുണ്ട്, ചില ആളുകൾ പൈസ വെക്കാറുണ്ട്, ചില ആളുകൾ ഫോൺ വെക്കാറുണ്ട്, ഈർക്കിൽ വെക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റ് പേപ്പറുകൾ വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഖുർആനിൽ അടയാളം വേണമെങ്കിൽ ആ ഖുർആനിൽ തന്നെ ഒരു നൂലുണ്ടാവുമല്ലോ, അത് വെക്കാൻ പാടുള്ളൂ. ഖുർആനിന്റെ പേജുകൾ പോലും മടക്കി വെക്കാൻ പാടില്ല. അതൊക്കെ ഖുർആനോട് കാണിക്കുന്ന മര്യാദകേടാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ, ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. ഇനിയോ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഖുർആൻ ഓതുന്നില്ലെങ്കിൽ അത് അടച്ചു വെക്കണമെന്നാണ്. ചില ആളുകൾ ഖുർആൻ തുറന്നു വെച്ചിട്ട് വെറുതെ ഇങ്ങനെ സംസാരിക്കും. ഖുർആൻ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ കളകളാന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ പാടില്ല. ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ മാത്രം അത് ഓപ്പൺ ആക്കുക. ഇനി ഖുർആൻ ഓതുന്നില്ലെങ്കിലോ അത് മടക്കി വെക്കുക എന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരാൾ വന്നാൽ അയാളോട് സംസാരിക്കുകയാണെങ്കിൽ ഖുർആൻ ഒന്ന് മടക്കി വെച്ചിട്ടേ നമ്മൾ അയാളോട് സംസാരിക്കാൻ പാടുള്ളൂ. അതും ഖുർആനോട് കാണിക്കുന്ന മര്യാദയാണ്. മറ്റൊരു കാര്യം, ഖുർആനോട് ചെയ്യേണ്ട മറ്റൊരു സുന്നത്തായ കാര്യം, വിശുദ്ധമായ ഖുർആൻ ആ ഖുർആനിലേക്കൊന്ന് നോക്കിയിരിക്കുന്നത് പോലും പുണ്യമാണേ. നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രം പുണ്യം കിട്ടുന്ന കാര്യങ്ങളുണ്ടൊന്ന് വിശുദ്ധമായ കാബയിലേക്ക് നോക്കിയാൽ കൂലി കിട്ടും. അതുപോലെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കിയാൽ കൂലി കിട്ടും. അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആനിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ പോലും പുണ്യമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, വിശുദ്ധമായ ഖുർആനിനോട് ചെയ്യേണ്ട മര്യാദകളിൽപ്പെട്ടതാണ് ഖുർആനിനെ അലക്ഷ്യമായി വലിച്ചെറിയത്. അലക്ഷ്യമായി ഒരു സ്ഥലത്തും ഇടരുത്. ചിലപ്പോൾ ഖുർആൻ ഓതിയിട്ട് മേശപ്പുറത്ത് തന്നെ വെച്ചിട്ട് പോകും. അങ്ങനെയല്ല, ഖുർആൻ ഓതിയിട്ട് എവിടെയാണോ ഖുർആൻ വെക്കുന്ന സ്ഥലം ആ മുസ്ഹഫ് വെക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം. ചിലപ്പോൾ ഷെൽഫിലായിരിക്കും വെക്കും, അവിടെ കൊണ്ടുപോയി വെക്കണം. ചിലപ്പോൾ അടുക്കളയിൽ കൊണ്ടുപോയി ഖുർആൻ വെക്കുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ മേശപ്പുറത്ത് തന്നെ ഇങ്ങനെ ഖുർആൻ, അതായത് ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ടേബിളിൽ തന്നെ ഖുർആൻ വെക്കുന്നവരുണ്ടാവാം. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഖുർആൻ എവിടെയാണോ നമ്മൾ സുരക്ഷിതമായി വെക്കുന്നത് അവിടെ തന്നെ ഖുർആൻ വെക്കുക. ഖുർആൻ നനയാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ശുദ്ധമായ ഖുർആൻ കരിഞ്ഞു പോവാൻ, കത്തിപ്പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ
കൊടുക്കാൻ പാടില്ല, കീറിപ്പോവാൻ സാധ്യതയുള്ള ചെറിയ കുട്ടികളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല, അതുപോലെ ചിതലരിക്കാൻ സാധ്യതയുള്ള സ്ഥലത്തോ സന്ദർഭത്തിലോ വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആനോട് കാണിക്കേണ്ട 11ാമത്തെ ഒരു മര്യാദയാണ് മുസ്ഹഫിന് ഖുർആനിന് എന്തെങ്കിലും ഒരു കേടുപാട് വന്നാൽ അത് നമ്മളൊന്ന് ശരിയാക്കണം. ഖുർആൻ ഒരു പേജ് കീറിയാൽ അത് അങ്ങനെ തന്നെ ഖിയാമത്ത് നാൾ വരെ വെക്കല്ലേ, അതെന്ത് ചെയ്യണം? നമ്മളൊന്ന് സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഒന്ന് ഒട്ടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കീറിയ ഭാഗമൊക്കെ ഒന്ന് ഒട്ടിക്കുക. ഖുർആൻ ഒന്ന് പൊതിഞ്ഞു സൂക്ഷിക്കുക. പുറംചട്ടയൊക്കെ അഴിഞ്ഞു പോയാൽ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി, അതായത് നമ്മൾ എത്രമാത്രം കെയർ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം കെയർ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു കിതാബാണ് വിശുദ്ധമായ ഖുർആൻ. ഇനിയോ 12ാമത്തെ കാര്യം, ഉപയോഗശൂന്യമായ മുസ്ഹഫ് എന്ത് ചെയ്യും ഉസ്താദെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഖുർആൻ ഒരിക്കലും ഉപയോഗശൂന്യമാവൂല കേട്ടോ. പക്ഷേ ഖുർആൻ ഇങ്ങനെ ചിലപ്പോൾ ഉപയോഗിക്കാതെ ഇങ്ങനെ ഇരുന്നിരുന്ന് ചിലപ്പോൾ ചെതല തിന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇങ്ങനെ പേജുകൾ ഇങ്ങനെ മങ്ങിപ്പോയിട്ടുണ്ടാവാം, ഓതാൻ പറ്റാതെ ഉപയോഗിക്കാൻ പറ്റാത്ത സൈസായി പോയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ഖുർആൻ, കീറിയ ഖുർആൻ, നനഞ്ഞു കുതിർന്ന ഖുർആൻ, കത്തിപ്പോയ ഖുർആൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളത് മറ്റുള്ളവർക്ക് കൊടുക്കണോ, പള്ളിയിൽ കൊണ്ടുപോയി വെക്കണോ? അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ ചോദിക്കുന്നവരെ അവർക്ക് വേണ്ടിയാണ് ആദ്യം പറഞ്ഞതുപോലെ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഖുർആൻ മുഴുവനും കൊണ്ടുവന്ന് ആ കീറിയ ഖുർആനൊക്കെ നല്ലതുപോലെ കത്തിക്കുക. നല്ലതുപോലെ കത്തിച്ച് ചാരമാക്കിയിട്ട് അത് ശുദ്ധമായ വെള്ളം എവിടെയാണോ അവിടെ, കുളത്തിലാണെങ്കിൽ കുളത്തിൽ, അല്ലെങ്കിൽ തോട്ടിലാണെങ്കിൽ തോട്ടിൽ, കായലിലാണെങ്കിൽ അവിടെ, പുഴയിലാണെങ്കിൽ, നദിയിലാണെങ്കിൽ, അരുവിയിലാണെങ്കിൽ അവിടെയൊക്കെ ഒഴുക്കി വിടലാണ് വേണ്ടത്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വിശുദ്ധമായ ഖുർആനിനോട് കാണിക്കേണ്ട മറ്റൊരു മര്യാദയാണ് ഖുർആൻ എടുക്കുമ്പോൾ ഒന്ന് ചുംബിക്കണേ. ഖുർആൻ ഓതാൻ എടുക്കുമ്പോൾ ഒന്ന് ചുംബിക്കണം. അതുപോലെ ഖുർആൻ ഓതിയിട്ട് നമ്മൾ തിരിച്ചു വെക്കുമ്പോഴും ഖുർആനിനെ ഒന്ന് ചുംബിക്കൽ പ്രത്യേകം സുന്നത്താണ്. മാതാപിതാക്കളുടെ നെറ്റിത്തടത്തിൽ ചുംബിക്കലും, ഗുരുനാഥന്മാരുടെ കയ്യിൽ ചുംബിക്കലും, ഭാര്യ സന്താനങ്ങളെ കെട്ടിപ്പിടിക്കലും, മുസാഫഹ ചെയ്യലും, അവരുടെ നെറ്റിത്തടത്തിൽ ചുംബിക്കലും പ്രത്യേകം സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആഖിറത്തിൽ ചില ആളുകൾ കടന്നു വരും, അവർ കണ്ണ് കാണാത്തവരായിട്ടാണ് കടന്നു വരിക. നബി ഏതാരാണെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറയുന്നു, അവർ ഖുർആനിനെ മൈൻഡ് ചെയ്യാത്തവരാൻ, ഖുർആനിനോട് അപമര്യാദയായിട്ട് പെരുമാറുന്നവരാൻ. അള്ളാഹു കാക്കുമാറാവട്ടെ. വിശുദ്ധമായ ഖുർആൻ അത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടുക മാത്രമല്ല, ഇതുപോലെ കാര്യങ്ങൾ സൂക്ഷിച്ചില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെടുകയും ചെയ്യും. അള്ളാഹു കാക്കുമാറാവട്ടെ. ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ പടച്ചവൻ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ ഒരുപക്ഷെ ചെയ്യുന്നുണ്ടാവാം, നമ്മുടെ മക്കൾ ഏതൊരു പക്ഷേ ഇതൊക്കെ അശ്രദ്ധമായിട്ട് പോകുന്നുണ്ടാകും. അത് ഉണ്ടാവാൻ പാടില്ല. ഖുർആൻ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് രക്ഷയാണ്. എങ്ങനെ? ഈ രൂപത്തിൽ ഖുർആനിനെ സംരക്ഷിച്ചാൽ നമുക്ക് രക്ഷയാണ്. ഇല്ലെങ്കിൽ നമുക്ക് വലിയ പരാജയവും വലിയ നഷ്ടവും ഉണ്ടാകും. അള്ളാഹു കാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കുകയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ ഒരുപാട് വട്ടം ഓതാനും ഖത്മുൽ ഖുർആൻ തീർക്കാനും അതൊക്കെ മനഃപ്പാഠമാക്കുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഒരുപാട് പേര് വിശുദ്ധമായ ഖുർആൻ അത് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഉസ്താദ്, പക്ഷെ അത് മനഃപ്പാഠമായി കിട്ടുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ അഴിച്ചുവിട്ട ഒട്ടകത്തെ പോലെയാണ്, അല്ലെങ്കിൽ അഴിച്ചുവിട്ട കൂട് തുറന്നു വിട്ട ഒരു കിളിയെ പോലെയാണ്. അതിങ്ങനെ പറന്നുകൊണ്ടിരിക്കും, അതിങ്ങനെ പറന്നു പോകും. അതായത് ഖുർആൻ നമ്മൾ എത്രമാത്രം തെറ്റുകൾ ചെയ്യുന്നു അത്രമാത്രം ഖുർആൻ നമ്മളിൽ നിന്നും അകന്നകന്നു പോകുമെന്നാണ് നബിതങ്ങൾ പറഞ്ഞതിൻ്റെ സാരം. അതുകൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നവർ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുക. അള്ളാഹു താല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകളിൽ നിന്നും മാറി നിന്ന് ഖുർആൻ മനഃപ്പാഠമാക്കുന്ന, ഖുർആനോട് മര്യാദകൾ പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഈ വീഡിയോ നിങ്ങൾ കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, അവരും പഠിക്കട്ടെ വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ഖുർആൻ അച്ചടിക്കുന്ന പ്രസ്സുണ്ട് മദീനയിൽ, കിങ് ഫഹദ് ഖുർആൻ പ്രസ് എന്നാണ്, വലിയൊരു പ്രസ്സാണ്. അതൊക്കെ പോയി ഒന്ന് കാണണം. അൽഹംദുലില്ലാഹ്, എത്ര വലിയ അത്ഭുതമാണ്. ലോകത്ത് വിശുദ്ധമായ ഖുർആനാണ് ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുന്ന ഗ്രന്ഥമായത്. ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം വിശുദ്ധമായ ഖുർആനായി മാറിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ആ ഖുർആനിൻ്റെ വക്താക്കളാക്കി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹു താല നമ്മളോട് ദുആ ഉരക്കാൻ പറഞ്ഞവർ ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫാ നൽകട്ടെ. എല്ലാ പ്രതിസന്ധികളും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.